നമസ്കാരം. ബാക്കി പത്രത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നാം റഫേൽ വിമാന വിവാദം ഒന്ന് പരിശോധിക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ, അതിനകത്ത് പറഞ്ഞ മണ്ടത്തരങ്ങൾ, ഏകദേശം ഇത് കള്ളമാണ് എന്നുള്ളത് ആ പ്രസംഗങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി. എന്നാൽ പോലും വലിയ ബഹളം നടക്കുമ്പോൾ ഒന്ന് പരിശോധിക്കണമല്ലോ ഓരോ കാര്യങ്ങൾ. ആദ്യം UPA സർക്കാരിൻ്റെ കാലത്ത് എന്തുകൊണ്ട് ഇവർ ഈ യുദ്ധവിമാനങ്ങൾ വാങ്ങിയില്ല? അത് ശ്രീ അരുൺ ജെയ്റ്റ്ലിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്കൊന്ന് കേൾക്കാം. I have therefore, in the questions that I have raised today, was it policy paralysis, decision-making paralysis, that you allow India's security to be compromised by indefinitely not taking a decision? Or was there any collateral consideration which compelled you to just abandon it and put India's security at risk? After all, once you have gone through a tendering process, once you have gone through there are two ways in which the defense forces acquire their acquisitions. Either it's by competitive bidding or it's by an intergovernmental agreement. India and Russia have had several intergovernmental agreements in the past. We have a history. They went through a competitive bidding, shortlisted, and then virtually abandoned it. And the forces were crying foul that we need our combat ability because we live in a troubled zone and we need it. ഒരു സീരിയസ് ഗൗരവമായിട്ടുള്ള കാര്യമാണ് അരുൺ ജെയ്റ്റ്ലി ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് UPA സർക്കാർ യുദ്ധവിമാനങ്ങൾ വാങ്ങാഞ്ഞത്? അവർ വാങ്ങാൻ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടിയ വിലയ്ക്ക് വാങ്ങി എന്നൊക്കെയുള്ളത് അവിടെ നിങ്ങൾ വാങ്ങാഞ്ഞതെന്താ? ഒരു പോളിസി പാരാലിസിസ് ഉണ്ടായിരുന്നു, ഒരു തീരുമാനമെടുക്കാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നോ നിങ്ങൾക്ക്? ഉണ്ടായിരുന്നു എന്ന് വേണം വിശ്വസിക്കാൻ. രണ്ട് രീതിയിൽ യുദ്ധവിമാനങ്ങൾ, യുദ്ധ പടക്കോപ്പുകളൊക്കെ വാങ്ങാറുണ്ട്. ഒന്ന് ഓപ്പൺ കോമ്പറ്റീറ്റീവ് ബിഡിംഗ് എന്ന് പറയും. ടെൻഡർ വിളിച്ചിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ആൾക്കാർ കൊട്ടേഷൻ തരും, അതിനകത്ത് നോക്കിയിട്ട് വാങ്ങുക. വേറൊന്ന് ഇൻ്റർ ഗവൺമെൻറ്റൽ ഡീൽ, ഗവൺമെൻറ് ടു ഗവൺമെൻറ്. നമ്മളും റഷ്യയും തമ്മിൽ ഒരുപാട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ പ്രധാനമന്ത്രി അവിടുത്തെ പ്രധാനമന്ത്രിയുമായിട്ട് സംസാരിച്ചിട്ട് ഇന്ന സാധനങ്ങൾ വേണം, വിലയും ബാക്കി കാര്യമൊക്കെ പട്ടാളക്കാരും മറ്റേ ധനകാര്യ വിഭാഗവും ഒക്കെ കൂടെ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചിട്ടുണ്ട്, എനിക്ക് ഇന്ന സാധനങ്ങൾ വേണം. ഈ രീതിയിൽ ഒരു കരാർ ഒപ്പിടുന്നു, ബാക്കി ഡീറ്റെയിൽസിൽ പോകുന്നു. അവിടെ ഇതൊന്നുമില്ല, ടെൻഡർ വിളിക്കലും സംഗതിയൊന്നുമില്ല. നമുക്ക് കൊള്ളാം എന്ന് തോന്നിയ ഒരു പ്രോഡക്റ്റ് ഏത് രാജ്യത്തിൻ്റെയാണോ അവരുമായിട്ട് നമ്മൾ കരാർ ഒപ്പിടുന്നു, അത് കഴിഞ്ഞിട്ട് വില സംസാരിക്കുന്നു, ഉറപ്പിക്കുന്നു, അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇവർ ടെൻഡറിങ് പ്രോസസ്സിനാണ് പോയത്. 2007 മുതൽ ഇതിങ്ങനെ പോയി 2014 അധികാരത്തിൽ നിന്ന് പോകുന്നത് വരെ കോൺഗ്രസ്സുകാരെ യുദ്ധവിമാനങ്ങൾ വാങ്ങാഞ്ഞതെന്താ? എന്തെങ്കിലും ഒരു ബാഹ്യശക്തിയുടെ ഇടപെടൽ നമുക്ക് സംശയിക്കാമോ? ഭാരതത്തിന് ആയുധം വാങ്ങുന്നതിനെ പാരവയ്ക്കുന്ന ആരെങ്കിലുമൊക്കെ ശക്തികൾ കുറേ കാലമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ? UPAയുടെ കാലത്ത് ഓർഡർ പ്ലേസ് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുകയും ഇപ്പോൾ NDAയുടെ കാലത്ത്, നരേന്ദ്രമോദിയുടെ കാലത്ത് പ്ലേസ് ചെയ്ത ഓർഡർ എങ്ങനെയെങ്കിലും ക്യാൻസൽ ചെയ്യിക്കാനായിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ആരെങ്കിലും ഈ കലാപരിപാടിക്ക് പുറകിലുണ്ടോ? അങ്ങനെ സംശയിക്കേണ്ടി വരും. കാരണം UPA ചെയ്തതിനെ ആരും കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല. സ്വാമി പോലും പറഞ്ഞത് ആൻ്റണി ഇങ്ങനൊരു സാധ്യതയുണ്ട്, അതും കൂടെ അടച്ചിട്ട് മുന്നോട്ട് പോയിക്കോളൂ എന്നാണ് പറഞ്ഞത്. ആ കത്തൊന്നും പുറത്ത് അദ്ദേഹം കൊടുത്തില്ല, വളരെ ഗോപ്യമായിട്ട്. അദ്ദേഹത്തിനും അറിയാം ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്, വിമാനം നമുക്ക് ആവശ്യമാണ് എന്ന്. എല്ലാവരും സഹകരിച്ചിട്ടും UPAയ്ക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ട്? അത് കോൺഗ്രസ് വിശദീകരിക്കണ്ടേ? യുദ്ധവിമാനം നിങ്ങൾ വാങ്ങാത്തത് എന്തുകൊണ്ടാണ്? നരേന്ദ്രമോദി വാങ്ങാൻ തീരുമാനിച്ചപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വേണം എന്ന് പറഞ്ഞ് ആ വിമാനത്തിന് ഇന്ന് വില കൂടുതലാണ്, അതിലെന്തൊക്കെ വെച്ചിട്ടുണ്ടെന്ന് അറിയണം എന്ന് പറയുന്നത് ആർക്കൊക്കെയോ വിവരം ചോർത്തി കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ? പഴയ പോലെ ഫയലിൽ നിന്ന് വിവരങ്ങളൊന്നും കിട്ടുന്നില്ല, ഫയലുകൾ പുറത്ത് വരുന്നില്ല. മാധ്യമങ്ങളും അക്കാര്യത്തിൽ അസംതൃപ്തരാണ്. അപ്പോൾ ഈ ഐഡിയ ഡ്രോപ്പ് ചെയ്തതിൻ്റെ പുറകിൽ എന്താണ് എന്നുള്ളതിന് കോൺഗ്രസ് തന്നെ സമാധാനം പറഞ്ഞേ പറ്റൂ. ഇനി നമുക്ക് റിലയൻസിലേക്ക് വരാം. റിലയൻസ് എന്തോ കള്ളക്കളി കളിച്ചു എന്നുള്ള സംഗതി അരുൺ ജെയ്റ്റ്ലി തന്നെ പറയട്ടെ റിലയൻസിൻ്റെ കാര്യം. First of all, let us be clear. This is a government to government arrangement.
The purchase of the deal, but the offset isn't. Please, let me just complete, because Sir. you must understand what offset is. Okay. Offset has nothing to do with this contract. There are hundreds of offsets in India. Government will purchase 36 aircrafts, fully loaded, coming all the way from France, manufactured in France. No private party involved. The role of the government of India ends. Now, under a policy which was devised by the UPA, every defense supplier, the original equipment manufacturer, as they call it, OEM, has to undertake some offsets. Means about 30% of the total contract value. He has to, in future, start making purchases from India. Who will he make purchases from? He selects his own partners. Those purchases have nothing to do with Rafale or these aircrafts. He could be buying guns, he could be buying pistols, he could be buying binoculars, he could be buying anything, or he could be buying some spare parts. And for this purpose, not only Rafale, but every defense manufacturer has to enter, original equipment supplier has to enter into the offset contracts. Now, they enter into offset contracts with India's private sector, they enter into with public sector. And therefore, Dassault will also enter into contracts with whoever they want. The government of India has nothing to do, and they won't enter into with one. They will enter into with several companies, both in the private sector and the public sector. In fact, Dassault has also entered into one contract for offset with the public sector in India. അപ്പോൾ ഇവിടെയാണ് ഈ റിലയൻസ് പ്രശ്നം. നമ്മൾ ഡിഫൻസ് സാധനങ്ങൾ, പടക്കോപ്പുകൾ ഇതൊക്കെ വിദേശത്തു നിന്ന് വാങ്ങുമ്പോൾ നമ്മളൊരു കണ്ടീഷൻ വയ്ക്കും. അത് 2005 മൻമോഹൻ സിംഗ് ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കണ്ടീഷനാണ്. എത്ര ഡോളറിൻ്റെ സാധനമാണോ നമ്മൾ വാങ്ങുന്നത്, അതിൻ്റെ 30% വിലയുള്ള സാധനം ഇന്ത്യയിൽ നിന്ന് അവരും വാങ്ങണം. സംഗതി വ്യക്തമാണ്. കാരണം നമ്മൾ വിദേശ നാണ്യമാണ് അവർക്ക് കൊടുക്കുന്നത്. അതിൻ്റെ കുറച്ച് പോർഷനെങ്കിലും ഇന്ത്യയിലെ വ്യവസായങ്ങൾക്ക് സഹായകരമായ രീതിയിൽ അവർ തിരിച്ച് ഇങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങണം. ഇതാണ് കണ്ടീഷൻ. അതെല്ലാവരും സമ്മതിക്കും. അതെന്ത് വാങ്ങണം, ആരുടെ അടുത്തു നിന്ന് വാങ്ങണം എന്നുള്ളത് അവർ തീരുമാനിക്കും. ഇവിടുന്ന് വേണം വാങ്ങാൻ, ഇന്ത്യയിൽ നിന്ന് വാങ്ങാൻ. നിങ്ങൾ പപ്പുവിൻ്റെ അടുത്ത് നിന്ന് മേടിക്കുകയോ പരമുവിൻ്റെ അടുത്ത് മേടിക്കുകയോ എന്ത് വേണമെങ്കിലും മേടിച്ചു. നിങ്ങൾക്ക് തോക്ക് മേടിക്കാം, പീരങ്കി മേടിക്കാം, തൂമ്പ മേടിക്കാം, കട്ടപ്പാര മേടിക്കാം. പച്ചക്കറി മേടിക്കാൻ പറ്റില്ല. കാരണം ഇൻഡസ്ട്രിക്ക് പ്രയോജനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, അഗ്രികൾച്ചറിനല്ല എന്ന് സാരം. അപ്പോൾ വ്യവസായങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുന്ന രീതിയിൽ നിങ്ങളിവിടെ സ്പെയർ പാർട്സ്, നട്ട്, ബോൾട്ട്, വേറെ എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് വാങ്ങിച്ചോളണം, 30% ഉള്ളത്. അപ്പോൾ ഈ ഒരു കരാറിന് അവരെന്ത് ചെയ്യും? അവർ ഇന്ത്യയിൽ മൊത്തം അവർക്ക് വേണ്ട സാധനങ്ങളുടെയൊക്കെ, ഇപ്പോൾ ഈ ഫ്രഞ്ച് വിമാനം, റഫേൽ വിമാനം തരുന്നത് ഡസോ എന്ന കമ്പനിയാണ്. ഡസോൾട്ട് എന്ന് എഴുതുമെങ്കിലും അത് ഉച്ചരിക്കേണ്ടത് ഫ്രഞ്ച് ഭാഷയിൽ ഡസോ എന്നാണ്. ഡസോ കമ്പനി ഈ വിമാനം മാത്രം ഉണ്ടാക്കുന്ന കമ്പനിയല്ല, അവർക്ക് റിയൽ എസ്റ്റേറ്റ് മുതൽ ഒരുപാട് ബിസിനസ്സുകളുണ്ട്. അപ്പോൾ അവർ ഇന്ത്യയിൽ ഒരു 90 കമ്പനികളെ അവർ ലിസ്റ്റ് ചെയ്തു. അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇന്ന ഇന്ന ആൾക്കാരിൽ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് 90 കമ്പനിയെ ലിസ്റ്റ് ചെയ്തു. അതിനകത്ത് റിലയൻസും ഉണ്ട്. അതിന് നരേന്ദ്രമോദി എന്ത് പഴിച്ചു? നരേന്ദ്രമോദിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2005 മൻമോഹൻ സിംഗ് സർക്കാരുള്ളപ്പോൾ തന്നെയുള്ളൊരു കരാറാണ്, 30% വാങ്ങിച്ചോളണം. പക്ഷേ അത് ഇന്നാരിൽ നിന്ന് വാങ്ങണമെന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. അത് അവർ തീരുമാനിക്കും എവിടെ നിന്ന് വാങ്ങണം എന്നുള്ളത്. അത്രയും വിദേശ നാണ്യം ഇങ്ങോട്ട് ഒഴുകുക എന്നുള്ളത് മാത്രമേ സർക്കാരിൻ്റെ ആവശ്യമുള്ളൂ. നിങ്ങൾ ആരുടെ നിന്ന് വേണമെങ്കിലും മേടിച്ചോ, പോപ്പി കുട വേണമെങ്കിലും മേടിച്ചോ, ജോൺസ് കുട വേണമെങ്കിലും മേടിച്ചോ, പക്ഷേ മേടിച്ചോളണം. ഇതാണ് സർക്കാരിന്. കാരണം ആ വിദേശ നാണ്യം സർക്കാരിൻ്റെ കയ്യിലേക്ക് വരികയാണ്. അത് രൂപയായിട്ട് വ്യവസായങ്ങൾക്ക് സഹായമാകുകയും ചെയ്യുന്നു. ഇതാണ് കണ്ടീഷൻ. ഈ 90 പേരിൽ ഒരുത്തൻ റിലയൻസ് ആണ് എന്നുള്ളതിന് നരേന്ദ്രമോദി എന്ത് ചെയ്യണം? തൂങ്ങിച്ചാവണം. ഇവിടെ ഇത് എന്തൊരു പാട്! ആ റിലയൻസ് ഉണ്ട്, ടാറ്റയുണ്ട്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുണ്ട്, ഭാരത് ഫോർജ് ഉണ്ട്. അത് പൊതുമേഖലാ സ്ഥാപനമാണ്. ഇവിടെ എല്ലാവർക്കും പൊതുമേഖലയാണല്ലോ വേണ്ടത്. പൊതുമേഖല ഇഷ്ടം പോലെ ഉണ്ടെന്നേ, അതിൽ പൊതിക്കാത്ത മേഖലയും ഉണ്ടെന്നേ ഉള്ളൂ. മനസ്സിലായി? ഇത് രണ്ടും ഉണ്ട്. സ്വകാര്യ മേഖലയും ഉണ്ട്, പൊതുമേഖലയും ഉണ്ട്. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട. അവർ എവിടെ നിന്നാണ്, അവർക്ക് എന്ത് സാധനമാണെന്ന് വെച്ചാൽ അവർ വാങ്ങിച്ചോട്ടെ. നമുക്ക് ആ വിദേശ നാണ്യം 30% തിരിച്ചു വന്നോ എന്നുള്ളത് മാത്രമേ നോക്കേണ്ട കാര്യമുള്ളൂ. ഇനി ഇതിനകത്ത് എന്തെങ്കിലും തിരിമറി നടന്നതായിട്ട് എന്തെങ്കിലും തെളിവോ സംഗതിയോ ഉണ്ടോ? ഈ വാചകം അടിച്ച് നടക്കുന്നതല്ലാതെ
വാചകം പോലും കൃത്യമായിട്ട് അടിക്കുന്നില്ല. 520, 526, 540 സ്ഥലം മാറുന്നതനുസരിച്ച് തുക മാറിക്കൊണ്ടിരിക്കുക. എന്നാൽ ഇതിനെന്തെങ്കിലും ഒരു കീറ്റ് കടലാസ് നിങ്ങൾ ഈ കള്ളത്തരം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കീറ്റ് കടലാസ് വേണമല്ലോ, ഒന്നുമില്ല. ആ കാര്യവും അരുൺ ജെയ്റ്റ്ലി വിശദീകരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. Please produce a shred of evidence that government of India has anything to do with any of the offset suppliers for any contract, Okay. whether under UPA or under NDA. That is an independent right of a supplier, that since you have made it obligatory for me to make certain purchases from India and take supplies from India, I will take the supplies from whoever I want. ഇനി ഇത് കൂടാതെ ഇതിങ്ങനെ പൊളിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഇവരടുത്ത പരിപാടി കൊണ്ടുവന്നു. റിലയൻസിന് വെറും 13 ദിവസത്തെ പഴക്കമേ ഉള്ളൂ ആ കമ്പനിക്ക്. ഏത് ദസുവുമായിട്ട് ഓഫ്സെറ്റ് ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനുള്ള ലിസ്റ്റിൽ പെടുന്ന സമയത്ത് വെറും 13 ദിവസത്തെ രജിസ്ട്രേഷൻ്റെ ആയുസ്സേ ഉള്ളൂ റിലയൻസിന് എന്നാണ് ആരോപണം. ഇത്ര പുതിയൊരു കമ്പനിയുമായിട്ട് ഒരു ഫോറിൻ കമ്പനി ഒരു ടൈപ്പ് ഉണ്ടാക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അത് നരേന്ദ്രമോദി പറഞ്ഞിട്ടാണ്. വാസ്തവമാണ്, 13 ദിവസത്തെ പഴക്കമേ ഉള്ളൂ. സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിലയൻസിൽ 2 പേരുണ്ടല്ലോ ചേട്ടാനിയന്മാർ, മുകേഷ് അംബാനിയും അനിൽ അംബാനിയും. മുകേഷ് അംബാനിയുമായിട്ടാണ് ദസുവിന് കരാർ. ഇതിനിടയ്ക്ക് ചേട്ടനും അനിയനും തമ്മിൽ മുട്ട വഴക്ക് നടക്കുകയായിരുന്നു അവരുടെ സ്വത്തിനെ ചൊല്ലി. ഇവർ സ്വത്തൊക്കെ വീതം വെച്ച് വിഭജിച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ദസുവുമായിട്ട് കരാർ വെച്ച കമ്പനി അനിയൻ്റെ പേരിലായി. ചേട്ടൻ്റെ പേരിൽ നിന്ന് അനിയൻ്റെ പേരിലായി. അതിൻ്റെ ഡയറക്ടർ മാറി, കമ്പനി സെക്രട്ടറി മാറി, ഒക്കെ മാറി. കമ്പനി പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്തു. ആളുകളൊക്കെ, ജോലിക്കാരും സംവിധാനങ്ങളും ഒക്കെ പഴയത് തന്നെ. മാനേജ്മെൻറ്റ് മാറിക്കഴിഞ്ഞപ്പോൾ കമ്പനി പുതിയതായി. ആ കമ്പനിക്ക് 13 ദിവസത്തെ ആയുസ്സേ ഉള്ളൂ. അങ്ങനെയല്ലേ വരുള്ളൂ. എന്ന് വെച്ചാൽ അത് മോശമാകുന്നില്ലല്ലോ. ഇനി മോശമാണെന്ന് തന്നെ വെച്ചാൽ അതിൽ നമുക്കെന്താ? അത് ഡസുവും റിലയൻസും തമ്മിലുള്ള ഏർപ്പാടല്ലേ, അത് അവർ നോക്കും. അവർ നാളെ പറയുകയാണ് ഇങ്ങനെ ഒരു കരാർ എഴുതിയെന്ന് വിചാരിച്ചിട്ട് അവരെല്ലാ സാധനവും റിലയൻസിൽ നിന്ന് വാങ്ങണമെന്നൊന്നുമില്ല. അവർക്ക് തോന്നുന്ന സ്ഥലത്ത് നിന്ന് അവർ മേടിക്കും. ചിലപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്യും, ചിലപ്പോൾ അത് ക്യാൻസൽ ചെയ്യും. എന്താണെന്നൊക്കെ അവരുടെ തമ്മിലുള്ള ബിസിനസ് എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യും. ഇതിന് നമ്മളെന്ത് വേണം? ഇതും അരുൺ ജെയ്റ്റ്ലി വിശദീകരിക്കുന്നു, കേൾക്കുക. In 2012, the UPA government had selected the same Rafale from Dassault. Before the minister could sign it, they decided to abandon it. At that stage, there are 2 Reliances in the country today. One of the Reliances entered into an MOU in 2012 February with Rafale, for Rafale with Dassault. Correct. Was it a scandal? Obviously not. Because anyone would say, if you are going to manufacture in India, or if you are, I would like to be the offset contractor, or I would like to be some supplier. Many Indian businesses in the public sector, private sector would be. It's not a crime for a private sector or a public sector or any company to be a party to that contract. Now, when they came back in 2014, the 2012 Reliance was no longer in defense. The other Reliance was in defense. So this time they showed interest. So there has been a background to this. അപ്പോൾ അദ്ദേഹം പറയുന്നത് 2012 ഫെബ്രുവരിയിൽ, അതായത് ആൻ്റണി പ്രതിരോധ മന്ത്രിയായിരുന്ന സമയത്ത്, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് റിലയൻസ് ദസുവുമായിട്ട് കരാർ ഒപ്പിടുന്നത്. മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണത്. നമുക്ക് തമ്മിൽ ബിസിനസ് നടത്താമെന്നുള്ള പ്രാഥമികമായ എഗ്രിമെൻറ്റ്. ആ സമയത്ത് ചേട്ടൻ അംബാനി, മുകേഷ് അംബാനി ആയിരുന്നു ചെയർമാൻ 2012. അരുൺ ജെയ്റ്റ്ലി ചോദിക്കുന്നത് ഇതിൽ വല്ല കള്ളത്തരവുണ്ടോ, ഒരു സ്കാൻഡലാണോ, കുംഭകോണമാണോ? അല്ല. അതുകൊണ്ട് ആരും ഒന്നും ബഹളം വെച്ചില്ല. ഇത് കഴിഞ്ഞ് അവരുടെ കോൺട്രാക്റ്റ് മുന്നോട്ട് പോയില്ലല്ലോ. 2014 മോദി വന്നപ്പോഴാണ് പുതിയ കരാർ വയ്ക്കുന്നത്. പുതിയ കരാർ വെച്ചു. അപ്പോഴത്തേക്ക് ഇവരുടെ ഏർപ്പാട് നിലനിൽക്കുന്നു. അതിൽ മുകേഷ് മാറിയിട്ട് അനിൽ വന്നു. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ മുകേഷ് വന്നപ്പോൾ ഇല്ലാത്ത വിവാദം അനിൽ വന്നപ്പോൾ ഉണ്ടാകേണ്ട കാര്യം എന്താ? അതെന്താ? മുകേഷ് കോൺഗ്രസ്സുകാരനും അനിൽ BJP-കാരനുമാണ്. എന്തൊക്കെയാണ് ഇവർ വിളിച്ച് പറയുന്നത്? വാസ്തവം പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്തത് ഏത് അഴിമതിയെ പറ്റിയാണ് ഇവർ സംസാരിക്കുന്നത്. വിമാനം വില കൂടുതൽ കൊടുത്ത് വാങ്ങി അതിനകത്ത് അഴിമതി കാശുണ്ടാക്കിയെന്നാണോ? അതോ
അനുബന്ധ കരാർ വഴി അംബാനിക്ക് കാശുണ്ടാക്കി കൊടുത്തു എന്നാണോ? എന്താ ആരോപണം? അതോ ഇത് രണ്ടും കൂടി ചേർന്നതാണോ? എത്ര കോടിയുടെ ആരോപണം? ഒരു ദിവസം പറഞ്ഞു 1,76,000 കോടി. ഓർക്കാതെ പറഞ്ഞതാണ് കേട്ടോ. പണ്ട് 2G കേസിൽ 1,76,000 കോടിയാണ് ഇവരുടെ തലയ്ക്ക് വന്നത് കോൺഗ്രസിൻ്റെ. അതിൻ്റെ ഓർമ്മയ്ക്കാന്ന് തോന്നുന്നു 1,76, പിറ്റേ ദിവസം 1,20. ഇങ്ങനെ തോന്നിയ മാസം ഓരോ തുക പറയുകയാണ്. നരേന്ദ്രമോദിയല്ലേ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു അഴിമതിയും സംഗതിയാണ്. കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ നേരെ കോടതിയിൽ പോകാമല്ലോ മാന്യമായിട്ട്. സുബ്രഹ്മണ്യൻ സ്വാമി അതാണ് ചെയ്തത്. ഇവർ നാഷണൽ ഹെറാൾഡ് എന്ന് പറഞ്ഞിട്ട് പണ്ട് ജവഹർലാൽ നെഹ്റു തുടങ്ങിയൊരു പത്രം, അതിൻ്റെ മുതലെല്ലാം കൂടെ കൈക്കലാക്കാനായിട്ട് ഇവർ കുറേ കറക്ക് കമ്പനി ഒക്കെ ഉണ്ടാക്കി അതിൻ്റെ കലാപരിപാടി വെച്ചിട്ട് ഒരു 5,000 കോടി രൂപയുടെ വസ്തു സോണിയാഗാന്ധി കൈക്കലാക്കി. സ്വാമി പത്രക്കാരോടും അന്തിച്ചർച്ചയ്ക്കും ഒന്നും പോകാതെ നേരെ മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് കൊടുത്തു. 2013. 2010 ഇത് സാധനം മുന്നോട്ട് പോയി അവസാനം കോടതിയിൽ നിന്ന് സമൻസ് വന്നു. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും എല്ലാം പോയി ജാമ്യം എടുത്തിട്ട് ജാമ്യത്തിൽ നിൽക്കുകയാണിപ്പോൾ. പണാപഹരണ കേസിൽ, ഭൂമി തട്ടിപ്പ് കേസിൽ ജാമ്യത്തിൽ നടക്കുന്ന ടീമാണ് നമ്മളെ ഇപ്പോൾ ധാർമ്മികത പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് സിന്ദാബാദ് വിളിക്കുന്ന ആൾക്കാരാണ് പുണ്യവാളനായ AK ആൻ്റണി, അത്ര പുണ്യവാളനൊന്നും അല്ലെങ്കിലും സത്യസന്ധനായ ഉമ്മൻചാണ്ടി, ഈ പറഞ്ഞ ഇപ്പോൾ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഇവരൊക്കെ കൂടെ നാട്ടുകാരെ ധാർമ്മികതയും അഴിമതി രാഹിത്യവും പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. സ്വന്തം നേതാക്കൾ ജാമ്യത്തിൽ നിൽക്കുന്നു. ഇത് കൂടാതെ ഇതിനകത്ത് എന്തോ ഒരു കള്ളക്കളി നടന്നിട്ടുണ്ട്. കാരണം ഒരു പ്രത്യേക ദിവസം രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്യുന്നു, കാത്തിരുന്നോ താമസിയാതെ പാരീസിൽ ചില ബോംബുകൾ പൊട്ടും. പാരീസ് എന്ന് വെച്ചാൽ ഫ്രാൻസിൽ. ആർക്കും ഒന്നും മനസ്സിലായില്ല. പിന്നെ അദ്ദേഹം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെയൊക്കെ എഴുതാറുള്ളത് കൊണ്ട് ആരും അത്ര ഗൗരവമായിട്ട് എടുത്തുമില്ല. പക്ഷേ ഒരു മാസത്തിനുള്ളിലാണ് ഈ റഫേൽ വിവാദം ഉണ്ടാകുന്നത്. ഉണ്ടായെന്ന് മാത്രമല്ല, അന്നത്തെ ഫ്രഞ്ച് പ്രസിഡന്റ്, ഇന്നിപ്പോൾ വേറൊരു പ്രസിഡന്റാണ് മാക്രോൺ, അന്നുണ്ടായിരുന്ന ഒളാന്ത് പറഞ്ഞു റിലയൻസുമായിട്ടല്ലാതെ എനിക്ക് കരാറുണ്ടാക്കാൻ പറ്റുമായിരുന്നില്ല എന്ന് പറഞ്ഞു എന്ന് ഒരു പത്രക്കാരൻ റിപ്പോർട്ട് ചെയ്തു. ഇവിടെ വലിയ ബഹളമായി. അന്നത്തെ പ്രസിഡന്റ് നരേന്ദ്രമോദി അങ്ങേരുടെ കൈ പിടിച്ച് തിരിച്ചിട്ട് റിലയൻസിന് ഓർഡർ കൊടുക്കണം മര്യാദയ്ക്ക് എന്ന് പറഞ്ഞു എന്നുള്ള മട്ടിൽ ഇവിടെ വലിയ ബഹളം. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യനോട് നേരിട്ട് പത്രക്കാർ ചോദിച്ചു, നിങ്ങളിങ്ങനെ പറഞ്ഞോ? അപ്പം അങ്ങനെ പറഞ്ഞു, അയ്യോ എനിക്കൊന്നും അറിയാമല്ല, അതെന്തോ ദസാൾട്ടും റിലയൻസും ഒക്കെ തമ്മിലുള്ള ഏർപ്പാടില്ല, അതിലെനിക്കെന്താ എന്ന് ചോദിച്ച് ആ മനുഷ്യൻ മാറുകയും ചെയ്തു. പക്ഷേ ഈ മാറിയത് പറയാതെ ആദ്യം പറഞ്ഞത് കാണിച്ചുകൊണ്ട് ഇവിടെ ചെണ്ട കൊട്ടൽ തുടങ്ങി. അപ്പോൾ ഇതായിരുന്നോ രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്ത ബോംബ് പൊട്ടും പാരീസിൽ എന്നല്ലേ പറഞ്ഞേ? ഈ കള്ള ബോംബാണോ അവിടെ പൊട്ടിച്ചത്? ഒളാന്ത് പറയാത്ത കാര്യം പറഞ്ഞു എന്ന് എഴുതുക, അത് ആഘോഷിക്കുക, എന്നിട്ട് പിന്നെ മാറ്റി പറഞ്ഞാൽ മതിയല്ലോ. ഈ കളിയാണോ അവിടെ നടന്നത്? ഈ വിവരവും അരുൺ ജെയ്റ്റ്ലി തന്നെ വിശദീകരിക്കുന്നു. കേൾക്കാം നമുക്ക്. On 30th of August, why did he tweet? Just wait a while, some bombs are going to be burst in Paris. Some bunker busters, yeah. And then what happens is in perfect rhythm with what he predicted. And what is it they predicted? The former French president is contradicted by the French government. He's contradicted by their own company Dassault. And next day he goes and contradicts himself. So what is this allegation, sir? Are you saying that Rahul Gandhi and François Hollande, maybe they are in talks with each other? I don't know, but I see a perfect coincidence in the rhythm between his tweet of the 30th August and what happens when a statement is made which is found to be inaccurate, and therefore the next day itself Mr. Hollande goes and starts backtracking it. അപ്പോൾ വാസ്തവത്തിൽ അരുൺ ജെയ്റ്റ്ലി ഒരു ആരോപണം കൊണ്ടുവരികയാണോ? അന്നത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് ഒളാന്തും രാഹുൽ ഗാന്ധിയും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നടത്തിയ കളിയാണ് എന്നാണോ പറയുന്നത്? അദ്ദേഹം പറയുന്നു, ഇല്ല, ഞാനൊന്നും പറയുന്നില്ല, പക്ഷേ ഇത് തമ്മിൽ ഒരു ബന്ധം കാണാൻ പറ്റുന്നുണ്ട്. ഇദ്ദേഹം പാരീസിൽ ബോംബ് പൊട്ടുമെന്ന് പറയുക, ഒളാന്ത്
ഇൻഡയറക്റ്റ്ലി അവിടെ പൊട്ടിക്കുക, എന്നിട്ട് 24 മണിക്കൂറിനകം തിരിഞ്ഞു കളിക്കുക. ഇപ്പോഴത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് പറഞ്ഞു ഇതിനകത്ത് യാതൊരു ചുക്കുമില്ല, വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ് ഇതെല്ലാം എന്ന് അദ്ദേഹം പറയുന്നു. ഡെസോൾട്ട് പറയുന്നത് ഇതിനകത്തൊരു കള്ളക്കളിയില്ല, ഞങ്ങൾക്കൊന്നും, ഞങ്ങൾ പലർക്കും ഓർഡർ കൊടുക്കുന്നുണ്ട്, കൂടെ ഇവരുമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ഡെസോൾട്ട് ഒഴിയുന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറയുന്നു ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ല, അറിയേണ്ട കാര്യവുമില്ല എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ ആർക്കാ ഇതിൽ താല്പര്യം? ആരാണ് ഈ നുണയുടെ പിന്നിൽ? അത് കണ്ടെത്തേണ്ടതല്ലേ? ഏതായാലും താമസിയാതെ അത് കണ്ടുപിടിക്കപ്പെടും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓരോ ദിവസം ചെല്ലും തോറും കോൺഗ്രസ് നിലപാട് മാറ്റിക്കൊണ്ടും മയപ്പെടുത്തിക്കൊണ്ടും വരികയാണ്. ഓരോ ദിവസം ചെല്ലും തോറും നിലപാട് മാറ്റുകയാണ്. റഫേൽ എന്നുള്ള സാധനം മെല്ലെ ഉപേക്ഷിച്ച ലക്ഷണമുണ്ട്. കാരണം ഇതിനിടയ്ക്ക് ശരത് പവാർ, ഇവരുടെ വലിയ വലം കൈയാണല്ലോ NCPയുടെ ശരത് പവാർ പറഞ്ഞു, അതേ മോദിയെ ജനം അവിശ്വസിക്കാനുള്ള സാധ്യത കുറവാണ്. ഇതിൻ്റെ അർത്ഥം എന്താ? ആ മോദിയെപ്പറ്റി നുണ പറഞ്ഞുകൊണ്ട് നടന്നാലൊന്നും ജനം വിശ്വസിക്കില്ല. ഇത് ശരത് പവാറിന് അറിയാം. ശരത് പവാർ പറഞ്ഞു ഈ നമ്പർ ഏൽക്കുന്നില്ല, ദിവസം കുറേ ആയി ഈ ബഹളം നടക്കുന്നു, ഏൽക്കുന്നില്ല. ഏൽക്കാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ കഴമ്പില്ല. കഴമ്പില്ലാത്തതുകൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധിക്ക് പോലും മാറി മാറി പറയേണ്ടി വരുന്നത്. 520 ആണോ, 526 ആണോ, 540 ആണോ എന്നൊക്കെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇതിനകത്തൊന്നും ഇല്ല, ഒരു കടലാസും ഇല്ല, ഒരു ധാരണയുമില്ല, ഒന്നുമില്ല. ശരത് പവാറിന് മതിയായി. ശരത് പവാർ പറഞ്ഞു ദേ ഈ പരിപാടിക്ക് ഞാനില്ല. ചുമ്മാ അയാളെ പറ്റി ഇല്ലാവചനം പറഞ്ഞാലൊന്നും നാട്ടുകാർ സമ്മതിക്കില്ല. മനസ്സിലായോ? പരിഹസിക്കും നാട്ടുകാർ എന്ന് പറഞ്ഞു. ഇത് മാത്രമാണോ? ഉത്തർപ്രദേശിൽ കോൺഗ്രസിനെ കൂട്ടാതെ മായാവതിയും അഖിലേഷ് യാദവും വേറെ കൂട്ടുകെട്ടുണ്ടാക്കി മുന്നോട്ട് പോകുന്നു. ബാക്കിയുള്ള സ്ഥലത്തും കോൺഗ്രസിനെ ആരും ക്ഷണിക്കുന്നില്ല. രാജസ്ഥാനിൽ ക്ഷണിക്കുന്നില്ല, മധ്യപ്രദേശിൽ ക്ഷണിക്കുന്നില്ല. കോൺഗ്രസ് ഒറ്റയ്ക്കായിപ്പോയി. കാരണം ബാക്കിയുള്ള എല്ലാവർക്കും മനസ്സിലായി കോൺഗ്രസ് ഈ കള്ളത്തരയിട്ട് കളിക്കുകയാണ്. ഇവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളും കൂടെ മാറും. റഫേൽ വിവാദം എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ് കൊഴുപ്പിക്കുന്നതല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട് കൂടെ. അവർ പിന്നെ കോൺഗ്രസ് എന്ത് പറഞ്ഞാലും സിന്ദാബാദ് എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ നിൽക്കുന്ന ഓച്ചാനിച്ച് നടക്കുകയാണ്. അയ്യോ, സീതാറാം യെച്ചൂരിയുടെയൊക്കെ ഓച്ചാനിക്കൽ കാണണം സോണിയാഗാന്ധിയുടെ മുമ്പിൽ. ആ ശരീരഭാഷയൊക്കെ കാണേണ്ടതാ. പോട്ടെ, അതൊക്കെ വേറെ വിഷയം. ഈ രണ്ടുപേരും കൂടെ നടന്ന് ഈ കൃഷി നടത്തുന്നതല്ലാതെ വേറെ ആരും കൂടെയില്ല. അതുകൊണ്ട് ഇനിയൊരു റഫേൽ ചർച്ച ബാക്കി പത്രത്തിൽ വേണ്ടി വരും എന്നെനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ കാറ്റുപോയ ലക്ഷണമാണ് കാണുന്നത്. പുതിയൊരു ബാക്കി പത്രവുമായി വീണ്ടും കാണാം. നമസ്കാരം.